ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാൻ ബജറ്റിൽ മുന്തിയ പരിഗണന. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടെന്നും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി 2047 വികസിത ഭാരതം ലക്ഷ്യമെന്നും കേന്ദ്ര ധനമന്ത്രി. നൂതനവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമാണ് ഇടക്കാല ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് പ്രതീക്ഷാ നിർഭരവും വികസിത ഭാരതത്തിന് ദിശാബോധം നൽകുന്നതുമെന്ന് ഭരണപക്ഷം. നിരാശാജനകമെന്നും പ്രധാന വിഷയങ്ങളെ അവഗണിച്ചെന്നും പ്രതിപക്ഷം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ദന്തൽ യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയെന്നും രാജ്യത്തിന് പുതിയ ലക്ഷ്യവും പ്രതീക്ഷയും കൈവന്നുവെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. PM ജൻധൻ അക്കൌണ്ടുകളിലൂടെ 34 ലക്ഷം കോടി രൂപയുടെ സഹായം നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തി. 78 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്ക് PM സ്വനിധി പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചു. ദുർബല ഗോത്ര വിഭാഗങ്ങൾക്കുള്ള PM ജൻമൻ പദ്ധതി, കൈത്തൊഴിൽ വിദഗ്ധർക്കും കരകൌശല തൊഴിലാളികൾക്കുമുള്ള PM വിശ്വകർമ്മ പദ്ധതി എന്നിവയുടെ വിജയവും ധനമന്ത്രി പരാമർശിച്ചു. ഓരോ വർഷവും 11.8 കോടി കർഷകരിലേക്കാണ് PM കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം എത്തുന്നത്. 4 കോടി കർഷകർക്ക് PM ഫസൽ ബീമ പദ്ധതിയിലൂടെ വിള ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുന്നു. രാജ്യത്തെ IIT, IIM, എയിംസ് സർവകലാശാലകൾ എന്നിവയുടെ എണ്ണത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വലിയ വർധനയുണ്ടായെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്കിൽ ഇന്ത്യ ദൌത്യത്തിലൂടെ 1.4 കോടി യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം ലഭ്യമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ചാലകശക്തിയാകാൻ 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വഴിവെച്ചു. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആക്കം കൂടിയതായി ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ സംരംഭകർക്കായി മുദ്ര യോജനയിലൂടെ 30 കോടി വായ്പകൾ നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു. പ്രവർത്തന മേഖലയിൽ സ്ത്രീ സാന്നിധ്യം കൂടി വരുന്നതും സ്ത്രീ ശാക്തീകരണത്തിന് ഉദാഹരണമാണ്. മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതും ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സംവരണം കൊണ്ടുവന്നതും PM ആവാസ് യോജനയിലൂടെ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വീടുകൾ അനുവദിച്ചു നൽകിയതുമെല്ലാം സ്ത്രീജനങ്ങളുടെ അന്തസ് ഉയർത്തിയ നടപടികളാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടതും ആരോഗ്യകരവുമായ അവസ്ഥയിലാണെന്ന് ധനമന്ത്രി അറിയിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത, ഉയർന്ന നിക്ഷേപങ്ങൾ, ഉയർന്ന ശരാശരി വരുമാനം എന്നിവ കൈവരിക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനുമായി പുതിയൊരു ലോകക്രമം ഉരുത്തിരിഞ്ഞു വരികയാണെന്നും ആഗോള പ്രശ്നങ്ങളിൽ സമവായം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ മാറ്റമില്ലാതെ തുടരും. പുതിയ നികുതി നിർദ്ദേശങ്ങളും ഇടക്കാല ബജറ്റിൽ ഇല്ല. ആദായ നികുതി പരിധി മാറ്റമില്ലാതെ തുടരും. As for tax proposals, in keeping with the convention, I do not propose to make any changes relating to taxation and propose to retain the same tax rates for direct and indirect taxes, including import duties. However, certain tax benefits to startups and investments made by sovereign wealth or pension funds, as also tax exemption on certain income of some IFSC units, are expiring on 31/3/2024. കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രത്യക്ഷ നികുതി പിരിവ് 3 ഇരട്ടിയിലധികം വർദ്ധിച്ചതായും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 2.4 മടങ്ങായി വർദ്ധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി. 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ എന്നീ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കാൻ കഴിഞ്ഞതായും ധനമന്ത്രി വ്യക്തമാക്കി. PM ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ 3 കോടി വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിൽ 2 കോടി വീടുകൾ കൂടി അനുവദിച്ചു നൽകും. പുരപ്പുറ സൌരോർജ്ജവൽക്കരണത്തിലൂടെ 1 കോടി വീടുകൾക്ക് എല്ലാ മാസവും 300 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയും. അർഹരായ ഇടത്തരം ജനവിഭാഗങ്ങൾക്ക് വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ സഹായകമാകുന്ന പദ്ധതി കൊണ്ടുവരും. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട സമിതിയെ നിയോഗിക്കും. ഗർഭാശയഗള ക്യാൻസർ തടയുന്നത് ലക്ഷ്യമിട്ട് പെൺകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകും.
അംഗൻവാടികളുടെ നവീകരണം, സാക്ഷം അംഗൻവാടി, പോഷൻ 2.0 ദൌത്യം എന്നിവ ദ്രുതഗതിയിൽ നടപ്പിലാക്കും. മിഷൻ ഇന്ദ്രധനുഷിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വികസിപ്പിച്ച യു-വിൻ പ്ലാറ്റ്ഫോം പുറത്തിറക്കും. എല്ലാ ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും സഹായികൾക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കും. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് സമഗ്ര പരിപാടി രൂപവൽക്കരിക്കും. കടുക്, നിലക്കടല, സോയാബീൻ, സൂര്യകാന്തി, എള്ള് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി നയം രൂപവൽക്കരിക്കും. PM ഗതിശക്തിയുടെ ഭാഗമായി 3 സുപ്രധാന റെയിൽവേ സാമ്പത്തിക ഇടനാഴികൾ കൊണ്ടുവരും. ഇവയിലൂടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടൊപ്പം ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കും. റെയിൽവേയിലെ 40,000 സാധാരണ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് കൊണ്ടുവരും. 2070 രാജ്യത്ത് കാർബൺ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ട നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനത്തിനും ഇടക്കാല ബജറ്റ് ഊന്നൽ നൽകുന്നു. ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകും. ഇതിനായി സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകും. ആഭ്യന്തര വിനോദസഞ്ചാര വികസനത്തിനായി ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ദ്വീപുകളിൽ തുറമുഖ കണക്ടിവിറ്റി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്കായി നടപടികൾ കൈക്കൊള്ളും. 2024-25 സാമ്പത്തിക വർഷത്തിൽ 47.66 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ധനകമ്മി കുറച്ചുകൊണ്ടുവരിക എന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിന് ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. 26.02 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം, കടമെടുപ്പ് ഇതര വരുമാനമായി 30.8 ലക്ഷം കോടി എന്നിവ ബജറ്റ് പ്രതീക്ഷിക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 5.1% നിജപ്പെടുത്താനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. 2025-26 വർഷത്തോടെ ധനക്കമ്മി 4.5% കുറയ്ക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് അനുസൃതമായാണിത്. വിപണിയിൽ നിന്നുള്ള മൊത്തം കടമെടുപ്പ് 14.13 ലക്ഷം കോടിയായി കുറയ്ക്കും. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 50 വർഷത്തെ പലിശരഹിത ആസ്തി വികസന വായ്പാ പദ്ധതി തുടരും. 1.3 ലക്ഷം കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. മൂലധന ചിലവിനായുള്ള വകയിരുത്തൽ 11.1% വർധനയോടെ 11,11,111 കോടി രൂപയായി ഉയരും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു. 2027 ലോകത്തെ 3ാമത് വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനം ധനമന്ത്രി പരാമർശിച്ചു. ദേശീയ വരുമാനത്തിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ GDP നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7.3% വളർച്ച കൈവരിക്കും. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം $596 ശതകോടി ഉയർന്നു. 2005-14 കാലയളവിലെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയോളമാണെന്നും ധനമന്ത്രി ബജറ്റിൽ അറിയിച്ചു. സർവ്വതോന്മുഖമായ വികസനത്തോടെ സർക്കാർ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിര വളർച്ചാ പാതയിൽ എത്തിച്ചതായി ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങൾ സംബന്ധിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും നൂതനവുമാണ് ഇടക്കാല ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ പ്രതിഫലനമാണ് ബജറ്റ്. ये बजट इंक्लूसिव और इनोवेटिव बजट है. इस बजट में कंटिन्यूटी का कॉन्फिडेंस है. ये बजट विकसित भारत के 4 स्तंभ युवा, गरीब, महिला और किसान सभी को एम्पावर करेगा. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനൊപ്പം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് വഴിവെക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സുദൃഢമായ ഭരണം, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം, വരുമാനം, സാമ്പത്തിക മേഖലയിലെ തുടർച്ചയായ വളർച്ച എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇടക്കാല ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. 2047 വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗരേഖയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇടക്കാല ബജറ്റ് പ്രോത്സാഹനജനകമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കൂടി പ്രാധാന്യം നൽകുന്നതായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ബജറ്റ് പൊതുവെ നിരാശാജനകമെന്ന് പ്രതിപക്ഷ പ്രതികരണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടതൊന്നും തന്നെ ഇടക്കാല ബജറ്റിലില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞു. പുതുതായി ഒന്നും തന്നെ ബജറ്റിലില്ലെന്ന് കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്. സമ്പന്നരെ കൂടുതൽ സമ്പന്നരും ദരിദ്രരെ കൂടുതൽ ദരിദ്രരുമാക്കി തീർക്കുന്ന നയങ്ങളാണ് മോദി സർക്കാരിന്റേതെന്ന് ബജറ്റ് പ്രതികരണത്തിൽ CPIM ആരോപിച്ചു. സർക്കാരിന്റെ വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചുവെങ്കിലും ധനക്കമ്മി കുറച്ചു കാണിക്കാൻ ചെലവുകൾ ബജറ്റ് വിഹിതത്തേക്കാൾ ചുരുക്കി. കേന്ദ്ര ബജറ്റിൽ പഴയ കാര്യങ്ങൾ വീണ്ടും അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിക്കുകയും കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമാണ് ഇടക്കാല ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
ബജറ്റ് പ്രസംഗം നിരാശാജനകമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രതികരിച്ചു. സുപ്രധാനമായ പല വിഷയങ്ങളെയും ബജറ്റ് അവഗണിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പുതിയ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക വകയിരുത്തിയതിനാൽ ആനുപാതികമായ നേട്ടം കേരളത്തിനുമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം എല്ലാ ആശാപ്രവർത്തകർക്കും അംഗൻവാടി പ്രവർത്തകർക്കും സഹായകർക്കും ലഭ്യമാക്കുന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം സ്വാഗതം ചെയ്ത് അംഗൻവാടി ജീവനക്കാർ. ഒരു ഗുണഭോക്താവിന്റെ പ്രതികരണത്തിലേക്ക്. എന്റെ പേര് വത്സലകുമാരി, അംഗൻവാടിയിലെ ഹെൽപ്പറാണ്. ഇന്നത്തെ ബഡ്ജറ്റിൽ ആയുഷ്മാൻ ആശാ വർക്കറെയും അംഗൻവാടി ജീവനക്കാരെയും ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി ഉൾപ്പെടുത്തി എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വരുമാനം ഞങ്ങൾക്ക് ഒന്നിനൊന്നും എത്തത്തില്ല, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി രാത്രി 7:35 കേൾക്കാം. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വിവേചനം കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 3 പുതിയ റെയിൽവേ കോറിഡോറുകളിൽ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ കേരളത്തിനും വലിയ ഗുണം ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ദന്തൽ യൂണിറ്റ് യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി വീണ ജോർജ്. ദന്തൽ യൂണിറ്റ് നിലവിലില്ലാത്ത 5 താലൂക്ക് ആശുപത്രികളിൽ പുതുതായി ദന്തൽ യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള ഭരണാനുമതി നൽകി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് നാളെ തുടക്കമാകും. വിശാഖപട്ടണത്താണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാൻ ബജറ്റിൽ മുന്തിയ പരിഗണന. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടെന്നും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി 2047 വികസിത ഭാരതം ലക്ഷ്യമെന്നും കേന്ദ്ര ധനമന്ത്രി. നൂതനവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമാണ് ഇടക്കാല ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് പ്രതീക്ഷാ നിർഭരവും വികസിത ഭാരതത്തിന് ദിശാബോധം നൽകുന്നതുമെന്ന് ഭരണപക്ഷം. നിരാശാജനകമെന്നും പ്രധാന വിഷയങ്ങളെ അവഗണിച്ചെന്നും പ്രതിപക്ഷം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ദന്തൽ യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.